മുസ്ലിമാണെന്ന് പറയുന്നവരിൽ ഏറെ പേരും ലൈസു അലദ്ദീൻ, അവർ യഥാർത്ഥ മുസ്ലിങ്ങളല്ല. മുസ്ലിങ്ങളല്ല എന്ന് മാത്രമല്ല, വലാ യഅരിഫൂന മാ ഹുവ ശിർക്കുൽ അവ്വലീൻ, ജാഹിലിയത്തിലെ ആളുകൾ ചെയ്ത ശിർക്ക് എന്താണ് എന്ന് ഇവർ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ടാണ് ഉമർ ഖത്താബ് പറഞ്ഞത് ജാഹിലിയത്ത് പഠിച്ചവനെ ഇസ്ലാം പഠിക്കാൻ പറ്റുള്ളൂ. കാരണം ജാഹിലിയത്തിൽ എന്തൊക്കെ വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു, എന്തൊക്കെ പിഴവുകൾ അവർക്ക് സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഇസ്ലാം തിരുത്തിയ തിരുത്തെന്താണ്, ഇസ്ലാം കൊണ്ടുവന്ന ആശയത്തിന്റെ ഗൗരവം എന്താണ് എന്ന് ബോധ്യപ്പെടുള്ളൂ. ഇത് ഉമർ ഖത്താബ് പറഞ്ഞതായി ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം. ജാഹിലിയത്തിലെ ആളുകൾ അവരുടെ ശിർക്ക് എന്താണ് എന്ന് ഇവർക്ക് മനസ്സിലായില്ല. അത് മനസ്സിലായിരുന്നുവെങ്കിൽ മരിച്ച ആളുകളോട് ദുആ ചെയ്യൂല. കാരണം ജാഹിലിയത്തിൽ അങ്ങനെയുള്ള ആളുകളുണ്ട്, ഭൂരിഭാഗം അങ്ങനത്തെ ആൾക്കാരാണ് മരിച്ച ആളുകളോട് ദുആ ചെയ്തവർ. അത് ശിർക്കാണെന്നാ ഖുർആൻ പറഞ്ഞത്. അപ്പൊ അത് മനസ്സിലാക്കിയ ആൾ ഒരിക്കലും ഈ ആധുനിക കാലഘട്ടത്തിൽ അല്ലെങ്കിൽ നബിക്ക് ശേഷമുള്ള ആളുകൾ ആരും മരിച്ചവരോട് ദുആ ചെയ്യില്ല. ഫലൗ അറഫ അഹദുഹും ശിർക്കൽ അവ്വലീൻ വശിർക അഹ്ലി ഹാദ സമാൻ, ജാഹിലിയത്തിലെ ആളുകൾ ചെയ്ത ശിർക്കും ഇക്കാലഘട്ടത്തിലെ മനുഷ്യന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ശിർക്കും രണ്ടും മനസ്സിലാക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ലവജദഹു ഹുവ ഹുവ, ഇതുതന്നെയാണത് എന്നവന് മനസ്സിലാകുമായിരുന്നു. എന്നാൽ ജാഹിലിയത്തിൽ ആളുകൾ ചെയ്ത ശിർക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ശിർക്കും രണ്ടും പരിശോധിച്ച് ഒരുത്തൻ ഖുർആന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തിയാൽ, തെളിവിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കി ഒരുത്തൻ പറയും ഹുവ ഹുവ, ഇന്നത്തെ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ആളുകൾ ചെയ്ത ശിർക്ക് അതുതന്നെയാണ്, ജാഹിലിയത്തിലെ അറബികൾ ചെയ്ത അതേ ശിർക്കാണ് ഇന്നത്തെ ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്.